തുള്ളിക്കളിച്ച് ഓടിപ്പിടിച്ചതാ രാവിലെ സുട്ടൻ കാണാതെ പോവുകയാണ്. ഇത്തിരി മീനോ ഇറച്ചിയോ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ സുട്ടൻ കണ്ടുപിടിച്ച്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിപ്പെണ്ണുണ്ടായ പിന്നെ ഇവനെയും കൂടെ ആയിട്ട് പോകുന്നത് വളരെ കുറവാണ്. എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നമുക്ക് വണ്ടിയിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അല്ലെങ്കിൽ 2 പേര് 2 വണ്ടിയിലായിട്ട് പോകേണ്ടി വരും. പിന്നെ വലിയ വാശി നിർബന്ധമൊന്നും പണ്ടത്തെ അത്ര അവനില്ല. ഇവൾ കുഞ്ഞാണ് എന്നുള്ളത് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ വലിയ വാശിയൊന്നും ഇപ്പോൾ പിടിക്കാറില്ല കേട്ടോ. പണ്ട് അവനെയും കൊണ്ട് ഒത്തിരി കറങ്ങിയിട്ടുള്ളതാ. അതൊക്കെ അവൻ്റെ മനസ്സിൽ കാണുമല്ലോ. അപ്പോൾ എന്താണെങ്കിലും നമ്മളിതാ പതിവ് പോലെ തന്നെ മീൻ വാങ്ങിക്കുന്ന സ്ഥലത്ത് വന്നു. നമ്മളിന്ന് ചിക്കനാണ് വാങ്ങിക്കുന്നത്. രാവിലെ വന്ന വഴിക്ക് ഇത്തിരി കപ്പയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അപ്പനും മോളും കൂടെ കപ്പയൊക്കെ ആയിട്ട് ഇതാ വഴിയിൽ നിൽപ്പുണ്ട്. നമ്മൾ മീൻകട കയറി. ഇവിടെ തന്നെ നമുക്ക് ചിക്കനും ബീഫും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുമായിരുന്നേ. അങ്ങനെ പോസ്റ്റ് അടിച്ച് നിന്ന ഇടയ്ക്ക് വെച്ച് ഇതാ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടുണ്ട് രാഹുൽ. ഇവൻ്റെ വീഡിയോ ഞാൻ പണ്ടൊരിക്കൽ കാണിച്ചിട്ടുണ്ട്. ഇവൻ്റെ വീടിൻ്റെ കട്ടള വെപ്പിന് ഞാനും ജിഷയും കൂടെ പോയൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആശാൻ്റെ വീട്ടിലോട്ടുള്ള പോകുന്ന വഴിയാണ്. എന്തുവാടി ഇത്ര നേരമായിട്ട് നിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ലേ എന്നാണ് അവൻ ചോദിച്ചത്. അവൻ്റെ ഫുഡ് ഡേയൊക്കെ കഴിഞ്ഞിട്ട് അവൻ വീട് പണിയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മളെ കണ്ടതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നപ്പോൾ ഇതാ കുഞ്ഞു ഭാവിക്ക് വാരി കൊടുക്കുവാട്ടോ അമ്മ. എൻ്റെ വീഡിയോ എടുക്കണ്ട, എൻ്റെ കൂട്ടുകാരൊക്കെ കാണുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാവരും കാണട്ടെ, നീ ഇതാ ഇപ്പോഴും ഇതാ ഇങ്ങനെ വാരി കൊടുത്തോണ്ടാ അങ്ങനെ നീ കഴിക്കുന്നതെന്നുള്ളത് എല്ലാവരും അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാനത് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്ന് നേരെ വന്ന് എൻ്റെ കുഞ്ഞിപ്പെണ്ണിനുള്ള ദോശയും കൂടെ ഉണ്ടാക്കുവാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഇവർക്ക് 2 പേർക്കും പിള്ളേർക്ക് 2 പേർക്കും ദോശയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഇത്തിരി കപ്പയൊന്ന് വേവിച്ച് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ആദ്യം തന്നെ അവളുടെ കുഞ്ഞിൻ്റെ വയറും കൂടെ ഒന്ന് ഫുള്ളാക്കണം, അല്ലെങ്കിൽ അവൾ വഴക്കുണ്ടാക്കും. അപ്പോൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ സോബിച്ച് ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നേരം സോബിച്ചിനുമായിട്ടൊന്ന് കത്തിയൊക്കെ വെച്ച് വീഡിയോ എടുത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് ചിരിച്ച് കളിച്ച് അവിടെ നിന്നിട്ട് ഇനിയിപ്പം നമുക്ക് ചായയൊക്കെ കുടിച്ച് ഈ ചായ രാവിലെ ഒന്ന് കുടിച്ചാൽ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ അതിനാട്ടോ. അവളോട് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്താൽ വരുന്നില്ല, പാല് മതി എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ചുള്ളത് കാരണം എൻ്റെ വായിക്ക് റെസ്റ്റ് കാണത്തില്ല. ഫുള്ളിങ്ങനെ വഴക്കും ബഹളമൊക്കെ ആയിരിക്കും. പിന്നെ ആകെ ഞായറാഴ്ച മാത്രമേ ഇവർ 2 പേരും ഒരുമിച്ച് ഉണ്ടാവാറുള്ളൂ. ശനിയാഴ്ച അവൾ അംഗനവാടി പോകും, അവൻ മാത്രമല്ലേ കാണാറുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്ത് വെച്ചു. ഇനി അതിനകത്ത് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും എല്ലാം കൂടെ ഒന്ന് ഉപ്പും ഒക്കെ കൂടെ ഒന്ന് പുരട്ടി എടുത്ത് വെക്കുവാണ്. അതിൻ്റെ ഇടയിൽ കപ്പയൊക്കെ കൊത്തി ഞാൻ വെച്ചു. അമ്മ ഞാൻ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അമ്മ അതൊന്ന് വേവിച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ എനിക്ക് വിശപ്പ് സഹിക്കാൻ മേലാത്ത കാരണം ഇത്ര മുളകും കൂടെ ചാലിച്ചിട്ട് ഞാൻ കപ്പ എടുത്ത് കഴിക്കുവാണ്. ഇനി ചിക്കൻ കറിയാവുന്നതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ല. അമ്മ പിന്നെ അതിൻ്റെ ഇടയിൽ പാവയ്ക്ക തീയൽ വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അവധിയുള്ള ദിവസം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു തീയൽ ഐറ്റം ഉറപ്പായിട്ടും വീട്ടിലുണ്ടാവും. ഒന്നില്ലെങ്കിൽ പാവയ്ക്കയായിരിക്കും, അല്ലെങ്കിൽ വെണ്ടയ്ക്ക, കിഴങ്ങ് അങ്ങനെ വെക്കാറില്ല. മിക്കവാറും പാവയ്ക്കയിലായിട്ടാണ് അമ്മയുടെ നോട്ടം മൊത്തം ഉണ്ടാവാറുള്ളത്. തീയലാണ് അമ്മയുടെ ഫേവറേറ്റ് കറിയും തോന്നുന്നു. മിക്ക അവധി ദിവസങ്ങളിലും അമ്മയുടെ തീയലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചിക്കനൊക്കെ കറിയൊന്ന് വെച്ചു. പിന്നെ ചിങ്ങമാസമൊക്കെ അടുക്കാറായില്ലേ, അത് കാരണം നമുക്കൊന്ന് സേവനവാരമൊക്കെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുള്ളൊന്ന് വൃത്തിയാക്കലും ക്ലീൻ ചെയ്യലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇന്നത്തെ പരിപാടികൾ. അപ്പം ഞാൻ ചിക്കൻ കറി വെച്ചു. അച്ചാച്ചനാണെങ്കിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. ചിക്കനും കൂടെ ആയിട്ട് മതി എന്ന് പറഞ്ഞിട്ട് കട്ട വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ചിക്കൻ കറിയൊക്കെ വേഗം ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് ഞാൻ കഴിക്കാനൊക്കെ എടുത്ത് കൊടുത്തു. അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്നും കൂടെ ഒന്ന് കഴിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കറി ആയതല്ലേ. അപ്പോൾ ഒന്നും കൂടെ ഞാൻ ചിക്കൻ കറിയൊക്കെ കൂട്ടി കപ്പയും കഴിക്കുവാണ്. അച്ചാച്ചനും എടുത്ത് കൊടുത്ത് ഞങ്ങൾ 2 പേരോട് ഇരുന്ന് കഴിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ല അമ്മ ഇന്ന് കാര്യമായിട്ടുള്ള സേവനവാരത്തിലാണ്. കസേരയൊക്കെ ഇട്ട് കയറി നിന്ന് ഫുള്ള് തുടയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ 2 കോഴികളുണ്ടായിരുന്നില്ല, അവർ 2 പേരും ഈ സംഭവത്തിൻ്റെ മണ്ടയിലാണ്. കൂട്ടിക്കയറത്തില്ല, എന്ത് ചെയ്താൽ ഇതിൻ്റെ മുകളിൽ വന്ന് ഇരിക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പോൾ അവർ അവിടുന്ന് സ്ഥലം മാറി നേരെ പെരയുടെ മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറിയ സ്ഥിതിക്ക് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അമ്മ അവിടെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു മീഷോ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയുള്ള ഒരു പരിപാടി ഒരു പാഴ്സൽ എത്തിയിട്ടുണ്ട്. ഒരു ചെരുപ്പാണ്. സത്യത്തിൽ ഞാനിത് ഓർഡർ ചെയ്ത കാര്യം പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഫോൺ നമ്പർ വെച്ചിരിക്കുന്ന അച്ചാച്ചൻ്റെ ആയത് കാരണം കയ്യോടെ എന്നെ പൊക്കി. ഇന്ന് തന്നെ സാധനം വരികയും ചെയ്തു. നല്ല സൂപ്പർ ചെരുപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഷൂ മോഡൽ, ചെറിയൊരു ഹീലൊക്കെ ആയിട്ടുള്ള ഒരു ഷൂ ആയിരുന്നു. ഇന്നാൾ ഞാനിതൊന്ന് ഓർഡർ ചെയ്തതായിരുന്നു, പക്ഷെ അത് അന്ന് വന്നില്ലായിരുന്നു. ഇന്നതായിപ്പോൾ അത് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കി ഇത്തിരി ഷോയൊക്കെ ഒന്ന് കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് വെച്ച് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ എടുപ്പം ഞാനിവിടെ നിർത്തുവാണ്. ഇനി സേവനവാരത്തിന് ഞാനും കൂടെ കൂടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനും കൂടെ പോയിന്ന് കൂടട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.